ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ മലേഷ്യയിലാണ്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ട്വിൻ ടവർക്കാണ് പോണത്. പിന്നെ വേറെ എന്തൊക്കെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നൈറ്റാണ് നമ്മുടെ കറങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മളിന്ന് രാവിലെ ഇവിടുത്തെ ഒരു 7:30 സമയത്ത് എത്തി, 7:30 മുന്നേ എത്തിയിട്ടോ. എന്നിട്ട് വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ നമ്മുടെ ഗൈഡ് വന്നിട്ട് നമ്മളെ ഇങ്ങോട്ടാക്കി തന്നു. പിന്നെ അവിടുന്ന് ഒരു എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഹോട്ടലിലേക്ക് ഒരു 45 മിനിറ്റ്സ് എന്തായാലും വരും. പിന്നെ ഇവിടെ വന്നു, കുറച്ച് നേരം ഇരുന്നു, റെസ്റ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. പിന്നെ വന്നിട്ട് ഇതാ ഇത്രയും നേരം ഇവിടെ കിടന്നുറങ്ങായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ 2.5 മണിക്കൂറിനേക്കാളും കൂടുതലാണ് ഇവിടെ മലേഷ്യയിൽ. അപ്പോൾ നന്നായിട്ടൊന്ന് ഉറങ്ങി. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഉറക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ ഫ്രഷായി ഞങ്ങൾക്ക് കറക്റ്റ് 7 മണിക്ക് ഇവിടുന്ന് പോകണം. ഇപ്പോൾ ടൈം 5:37. അപ്പോൾ ഇനി 7 മണിയാകുമ്പോഴേക്കും നമുക്ക് ഫ്രീ ആവണം. അപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അപ്പോൾ റെഡി ആയി കഴിഞ്ഞു. പുറത്ത് എന്തോ സൗണ്ട് ഉണ്ട്. പിന്നെ നമ്മൾ ട്വിൻ ടവർക്കാണ് പോട് തോന്നുന്നു, കൺഫേം അല്ല. ഫുഡ് കഴിക്കണം. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇനി ഏട്ടൻ്റെ കഴിയണം. ഏട്ടൻ്റെ കഴിയാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. കേസ് എൻ്റെ പെട്ടെന്ന് കഴിഞ്ഞു. കേസ് ഇപ്പോൾ ഒരാൾ റെഡിയായി വരും കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഫുഡ് കഴിക്കാം, നന്നായിട്ട് വിശക്കുന്നുണ്ട്. കഴിഞ്ഞോ? എന്നാണ് സമയം എടുക്കണത്? എൻ്റെ അത് എപ്പോഴോ കഴിഞ്ഞു. മഴ പെയ്തു, പക്ഷെ മഴ പെയ്തിട്ട് നല്ല ചൂടാണ്. ചൂടാ. അതെ, ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നേരത്തെ എണീച്ചു. ഞങ്ങൾ നല്ല ലേറ്റ് ആയി എണീക്കാൻ. ഇവര് കുളിയൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയതിനു ശേഷം ഞങ്ങൾ വിളിക്കുന്നു, എന്തായി കഴിഞ്ഞോ, വാ പുറത്തേക്ക്. എവിടെ ഞങ്ങൾ എണീച്ചിട്ട് പോലും ഇല്ല. ഹോട്ടലിലൂടെ എത്തി. കുറച്ച് നടക്കാണ്ടായിരുന്നു ഇവിടുന്ന്. വണ്ടിയിൽ വരുമ്പോൾ തന്നെ അത്യാവശ്യം ഉണ്ട്. അപ്പം നടന്നപ്പോൾ പിന്നെ പറയും വേണ്ട. നല്ല ഫുഡ് ഉണ്ടായാൽ മതിയായിരുന്നു അല്ലേ? അപ്പം ഞങ്ങളിവിടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. മേടിക്കാം പുഴുക്കളിയും ഇതൊക്കെ മേടിച്ച് കഴിച്ചാൽ. പക്ഷെ ഇവിടെ അതില്ല. ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ എന്താ കഴിക്കാൻ പറയാ? ബിരിയാണിയാ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 3 ചിക്കൻ ബിരിയാണിയും ഒരു ഫ്രൈഡ് റൈസും. ഫ്രൈഡ് റൈസ് എനിക്കാണ്. പിന്നെ അതിന് സൈഡായിട്ട് ചില്ലി ചിക്കനും അല്ലേ പറഞ്ഞേ? ഡ്രൈ. ഓക്കെ, നമ്മൾ മലേഷ്യൻ ബിരിയാണി കഴിക്കുക. ഇത് കേരള റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെയൊക്കെ ഉള്ളത് മലയാളീസ് ആട്ടോ, അത് വലിയ കുഴപ്പമില്ല. കേരള റെസ്റ്റോറൻറ്റിൽ കയറിയത് ഇന്നൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. ഇത് നാളെ മറ്റന്നാളൊക്കെ നമുക്ക് മലേഷ്യ റെസ്റ്റോറൻറ്റ് കാണാം. അവിടുത്തെ ഡിഷൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കാം അല്ലേ? ആ ഓക്കെ ഓക്കെ. വിശപ്പിനനുസരിച്ച് ഇവിടുത്തെ സമയം ഇപ്പോൾ 7:30 ആണ്. ഇട്ടായിട്ടില്ല കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല ഫുഡ് കഴിച്ചാൽ അടിപൊളി, നല്ലതായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചാൽ എവിടേക്കറിയില്ല. നമ്മുടെ ഗൈഡ് വന്നിട്ടുണ്ട്. നമ്മളങ്ങോട്ട് പോകുന്നു. നമുക്ക് 11 o'clock വരെ നമുക്ക് ഫുള്ള് നൈറ്റ് ലൈഫാണ്. ട്വിൻ ടവർക്കുള്ള എൻട്രൻസ് ആണ്. അപ്പം നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ ഭയങ്കര ബ്ലോക്ക്. ഇതെന്താണ്? ഇതെന്താ ഇവിടെ എന്താണ്? സലോമ ബ്രിഡ്ജോ? സലാമ ബ്രിഡ്ജോ? പക്ഷെ ഇവിടെ രാവിലെ ആണെന്നുണ്ടെങ്കിലേ ഫോട്ടോ എടുക്കുമ്പോൾ ക്ലിയർ ഉണ്ടായിരുന്നു. സലോമ ബ്രിഡ്ജിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പക്ഷെ നല്ല വ്യൂ ആട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഡാർക്കായിട്ടാണ് കാണുന്നത്.
നിങ്ങൾ ഇവിടുന്ന് ഈ ലൈറ്റിംഗ് നൈസ് അല്ലേ? റീൽസ് എടുക്കണം അപാരത്തിൽ സിനിമല്ലേ നമ്മുടെ ഹാപ്പി ഹസ്ബൻഡ്സ് അല്ല ആണോ? ഹാപ്പി ഹസ്ബൻഡ്സ്. ആ അതിലവര് അങ്ങ് ദൂരം മലേഷ്യ പോവാ. അപ്പൊ ഞാൻ ആഗ്രഹിച്ചിരുന്നു മലേഷ്യക്ക് വരണമെന്ന്. അപ്പൊ നമ്മളത് ആഗ്രഹം സഫലീകരിച്ചിരിക്കുന്നു. നല്ല ആംബിയൻസ് ആട്ടോ ഇവിടെ, നല്ല രസമുണ്ട്. കുറേ എന്താ മറ്റേ മലേഷ്യൻസ് അതൊക്കെ കുറേ മലേഷ്യൻസ് കൊറിയൻസ് ഇതൊക്കെ കുറേ രാജ്യത്തെ ആൾക്കാരുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ഇനി പോണത് ടിൻ ടവറിൻ്റെ ഫ്രണ്ടിലേക്കാണ്. നമ്മുടെ ഗൈഡ് ജസ്റ്റ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. നമുക്ക് നേരെ പോവാം. നമ്മൾ ടിൻ ടവറിന്റെ നേരെ താഴെയാണ്. ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങനെ കാണാൻ. അപ്പൊ ഫൈനലി മലേഷ്യയിലെ ടിൻ ടവറിന്റെ താഴെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് കുറെ പോണം. അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഗേസ് നമുക്ക് ലാംഗ്വേജ് ഒന്നും ഇവിടുത്തെ അറിയില്ല, ഇവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത്. കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഞാൻ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ അടിപൊളി കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനേ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നേരമായിട്ട് വലിയ ക്ഷീണമില്ല. നമുക്ക് ഇനി നാളെ നമ്മൾ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടാവില്ല, കാരണം നമുക്ക് ഇനി വേറെ എവിടേക്ക് കുറേ സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് എന്ത് കാട്ടിയാലും ആരും അറിയാൻ പോകുന്നില്ല. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നടക്കാം. കൊള്ളാം. മഴയും പെയ്യുന്നുണ്ട്. അടിപൊളിയാണ്, അടിപൊളി. ഒരാൾ ഇവിടെ അങ്ങനെ പോസ് ചെയ്ത് നിൽക്കുകയാണ്. യെസ്, മഴയടി വിട്ടോ. അഫ്സിബായ് തിരി, നിങ്ങൾ രണ്ടുപേരും തിരി. എങ്ങനെയാണ് പോണ്? അയ്യോ, ആ തിരിഞ്ഞോ. ഓ എന്റെ മോനെ അഫ്സൽ ഭായ്, തിരിയോ, ഓടിക്കോ. വണ്ടി ഓടറാ, ഈ സൈഡിൽ കൂടെ ഓടിക്കോ. ഓടി മഴ കൊണ്ടു ഗ്യാസ്, നല്ല മഴ ഓടിയായിരുന്നു. അതെ, ഓൾറെഡി ജലദോഷം അല്ലാത്ത നനഞ്ഞിട്ടിരിക്കുകയാണ്. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് കയറി ഇരിക്കുകയാണ്. ഓക്കെ, കറക്റ്റ് ടൈമിൽ മഴയും പെയ്തു. പക്ഷെ ഞങ്ങൾ ഒരുവിധം എല്ലാം എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ എങ്ങോട്ടാ പറഞ്ഞിരുന്നു, ഓർമ്മല്ല. ഓക്കെ, അപ്പോൾ നമ്മളിനി ഭക്ഷണം, നമുക്ക് വഴിയൊന്നും അറിയില്ല. അവർ ഏതൊക്കെ മാളിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. മാളല്ലല്ലോ, ഇത് റെസ്റ്റോറൻ്റാണ്. എവിടേക്കാ ഇതിന് പുറത്തിറങ്ങാൻ പറ്റുമോ അറിയാല്ലേ? ആകെ ഈ ഒരു പോസ് മാത്രമേ ഉള്ളൂ, എല്ലാത്തിലും ഇതാ. ഇപ്പോൾ മാളിലാണുള്ളത്. ഈ മാളിൻ്റെ പേരെന്താ? KLCC. ഓക്കെ, KLCC ആയിട്ടുള്ള മാളിലാണ്. ഓക്കെ, ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. സുരേഷ് ഗോപിയോ? എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ
അപ്പോൾ കേസ് നമ്മളിപ്പോൾ ഇനി നെക്സ്റ്റ് പോണത് ജലാല സ്ട്രീറ്റിലേക്കാണ്. ഇപ്പം ടൈം 11 മണി. അയ്യോ ഇന്നത്തെ സമയമല്ല. എത്രയും ടൈം 11 10:50 ഇപ്പോൾ. ഓക്കെ 11 മണി വരെ ഉണ്ടെന്നാ പറഞ്ഞത്. 11 വരെ ഉണ്ടോ? ഓക്കെ എന്നിട്ട് വേണം അവിടെ എന്തെങ്കിലും മറ്റേ പഴുതാരി ഇതൊക്കെ ഉണ്ടാവും അവിടെ. ഞങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അല്ലേ. അപ്പോൾ കേസ് ഞങ്ങൾ കുറച്ച് ഡിഷുകൾ ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. ബ്ലാക്ക് ക്യാരറ്റ് ഉണ്ട്. അപ്പം അതൊക്കെ ഞങ്ങൾ കഴിച്ച് നോക്കട്ടെ. ഞാൻ ട്രൈ ആക്കും കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കും. ഇപ്പൊ നമ്മള് ജലാല സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗൈഡ് അവർക്ക് എങ്ങോട്ട് പോകാനുണ്ട്. അപ്പൊ അവര് നമ്മളെ ഈ വഴി ഒന്ന് കാണിച്ചു തന്നിട്ട് അവര് പോവും. പിന്നെ നമ്മൾ ജലാല സ്ട്രീറ്റ് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മള് നമ്മുടെ റൂമിലേക്ക് പോകുന്നതായിരിക്കും. ഫുഡ് നമ്മളെപ്പോഴായിരിക്കാം നീരാളി. ഓക്കെ അത് കഴിക്കും. എന്തൊക്കെയാണ് സാധനം? നീരാളി എന്താണ് നീരാളി? നാറ്റം നീരാളി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഞങ്ങൾ നീരാളി ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഫുള്ള് കഴിച്ചു. ഇഷ്ടായോ? 15 രൂപ കൊടുത്തല്ലേ അല്ലേ? ഇഷ്ടായിട്ടില്ലേ? കോലും കഴിക്കണ്ട. പാല് കട്ട് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ട്. തണ്ണിമത്തൻ പിന്നെ പച്ചമാങ്ങ. അതിൽ കുറച്ച് സ്പൈസീസ് ഉണ്ട്. അടുത്ത് കഴിക്കാൻ പോണത് കോക്കനട്ട് ഷാർജ മിൽക്ക് ഷാർജയാണ്. അപ്പോൾ നമ്മൾ 3 എടുത്തിട്ടുണ്ട്. ഒന്ന് അഫ്സലാക്ക് കൊടുക്കും, ഒന്ന് ഏട്ടന് കൊടുക്കും, ഒന്നിന്ന് ഞാനും സിനും കഴിക്കും. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അവിടെ. ട്രൈ ആക്കി നോക്കാം. ഓക്കെ ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഷവർമ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിതൊന്ന് 50-50 ആട്ടോ. ഷവർമയും നമ്മൾ പകുതിയാണ് കഴിക്കുന്നത്. കാരണം ഓൾറെഡി വയറ് ഫുള്ളായി. പിന്നെ ഇവരെ നിർബന്ധത്തിൽ മാത്രം ഞങ്ങൾ കഴിക്കുന്നു. ഓക്കെ അതെ ഇതെങ്ങനെ ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഷവർമ റെഡി. കഴിച്ചു നോക്കാം അല്ലേ? ചിക്കൻ ഷവർമ അല്ലേ ഇത്? ഇതെന്തൊക്കെയാണ്? ഷവർമയും കഴിച്ചു. ഇനി നമ്മൾ നേരെ റൂമിൽ പോവാണ്. നമ്മുടെ ഗൈഡ് നേരത്തെ പോയി. അവർക്ക് ഇന്നത്തെ നൈറ്റ് ഇപ്പോൾ എത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാനൊന്നുമില്ല. നേരെ റൂമിൽ പോവുക, കിടക്കുക. നാളെ 10:30 നമ്മൾ ഇറങ്ങണം. 9 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം ഇനി ചെല്ലുക, ഫ്രഷ് ആവുക, ഒന്ന് കിടന്നുറങ്ങുക. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. ഓക്കെ ഇനി നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. വന്നിട്ടൊന്ന് ഫ്രഷായി തലക്കൊന്ന് നനച്ചു. കാരണം ആകെ ഒരുമാതിരി ഡ്രൈ ആയിട്ടിരിക്കുന്നു. ഓക്കെ
അപ്പോൾ ഇന്നത്തെ ഡേ ഞങ്ങൾ അടിപൊളിയാക്കി. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്നുറങ്ങുമായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകിട്ടാണ് നമുക്ക് പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. കറൻറ്റ്ലി ടൈം 1:15 ഓക്കെ. അപ്പോൾ നല്ല ക്ഷീണം, ഒന്ന് കിടന്നാൽ മതി ചേട്ടാ. നാളെ 9 മണിക്ക് എണീക്കണം, 9 മണിക്ക് റെഡി ആവണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഗീസ് കറക്റ്റ് 10:30 നമ്മുടെ ഗൈഡ് വരും. ആ ടൈമിൽ നമ്മൾ റെഡിയായി ഫുൾ സെറ്റായിട്ട് നിൽക്കണം. നാളെ പോണത് എങ്ങടെ ചോദിച്ചാൽ ഒരു ബുദ്ധനാണോ മുരുകനാണോ അങ്ങനെ ഒരു ടെമ്പിൾ ഉണ്ടല്ലോ, കുറേ സ്റ്റെപ്പുള്ള പല കളറിൽ. അപ്പോൾ അവിടേക്കൊക്കെ പോകുന്നുണ്ട് എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. കുറേ ഉണ്ട്, ഞാൻ ലാഗാക്കുന്നില്ല. ലാഗാണെന്ന് അറിയാം, എന്നാലും ഇനി ലാഗാക്കണില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നല്ല നല്ല കമൻറ്റ് വരട്ടെ കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. ഇനി നമുക്ക് ഡേയ്സ് ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.